ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എത്ര മനോഹരമായിട്ടാണ് അവരുടെ ജീവിതം പോകുന്നത്, അവർക്ക് എന്ത് ഗ്ലാമറാണ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ക്യാഷുണ്ട്, എന്തോരം വണ്ടികളൊക്കെ അവരുടെ ലൈഫ് അവർക്കുണ്ട്, അപ്പോൾ അവരുടെ ലൈഫൊക്കെ എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതം നോക്കിയിട്ടുള്ള ഒരു കോപ്പിയടിയല്ല, അത് നമ്മളെ തന്നെ ചിത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതിനിപ്പോൾ നിറം കൊടുക്കേണ്ടതും അതിന് മണം കൊടുക്കേണ്ടതും എല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, അതിന് ഏത് നിറം വേണം, അല്ലെങ്കിൽ അതിൽ എങ്ങനെയുള്ള നമ്മുടെ ലൈഫിൻ്റെ മണം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ടുള്ള എല്ലാ വ്യക്തികളും ഒറ്റ ദിവസം കൊണ്ട് അവർ സക്സസ്ഫുള്ളായിട്ടുള്ളവരല്ല. അവരുടെ ലൈഫിൽ ഒരുപാട് ഹാർഡ് വർക്കുകളുണ്ടാവും. അവർ ഉറക്കമില്ലാതെ ഒരുപാട് രാത്രികൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഒരുപാട് കണ്ണുനീരുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരുടെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ലൈഫ് ചിലപ്പോൾ സീറോ ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലൈഫിൽ ഒന്നുമില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ സമയം നമ്മുടെ മുന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ പോയി കഴിഞ്ഞ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ള സമയം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരുപാട് വ്യക്തികളുണ്ട്, സീറോയിൽ തുടങ്ങി വലിയ നിലയിലെത്തിയ ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ. ലൈഫിൽ തോറ്റു പോയിട്ടും ഇനിയും ഒന്നും എത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കിയിട്ടും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് വിജയിച്ച ഒരുപാട് വ്യക്തികൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ.